ഞാൻ നിങ്ങൾക്ക് നേരുകയാണ്. ഇന്നേ ദിവസം നിങ്ങളെല്ലാം ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ക്ലാസ്സിലേക്ക് കടക്കുകയാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞുകൊണ്ടിരുന്ന ക്ലച്ചിനെ കുറിച്ചാണ്. ഞാൻ അതിനെക്കുറിച്ച് ഒന്നോടൊന്ന് നിങ്ങളെ വിവരിച്ച് കേൾപ്പിക്കാം. നമ്മൾ എന്താ പഠിച്ചത്, ക്ലച്ച് എന്ന് പറഞ്ഞാൽ എന്താണ്, ക്ലച്ചിൻ്റെ ഡിവൈഡേഷൻ, അതായത് എങ്ങനെ നമ്മളതിനെ തിരിച്ചിരിക്കുന്നു എന്നുള്ളതിനെക്കുറിച്ചാണ് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞുകൊണ്ടിരുന്നത്. അതിൻ്റെ ഏതാണ്ട് നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. നിങ്ങൾ വായിക്കണം. ക്ലച്ചൊക്കെ പ്രധാനപ്പെട്ട സാധനമാണ് വണ്ടിയുടെ. അപ്പോൾ നിങ്ങൾ ആദ്യം തന്നെ മനസ്സിലാക്കി പഠിച്ചോണം. നമ്മൾ തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകാമെങ്കിൽ പിന്നെ മുമ്പോട്ടുള്ള ക്ലച്ചുകളൊക്കെ നിങ്ങൾക്ക് ഈസിയായിട്ട് മനസ്സിലാകും. ഓക്കെ, ക്ലച്ചിൻ്റെ വലിയ പ്രശ്നമുള്ള കേസല്ല മനസ്സിലാക്കാമെങ്കിൽ. മനസ്സിലായില്ലേ നിങ്ങൾക്ക് ഒന്നും മനസ്സിലാവുകയില്ല ക്ലച്ചിനെ കുറിച്ച്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഇപ്പോൾ തന്നെ മനസ്സിലാക്കി എടുത്തോണം. ഇതെന്തായി ക്ലച്ച്, എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നത്, എന്താണ് അതിൻ്റെ തത്വം എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഇതിൻ്റെ തത്വം, എന്ത് തത്വത്തിലാണ് ഇത് വർക്ക് ചെയ്യുന്നത്. ഇപ്പം ഞാൻ നിങ്ങളോട് പറയട്ടെ, ഇഞ്ചൻ കറങ്ങുന്ന ഒരു സാധനമാണ്. അതിന് നമ്മൾ കറക്കപ്പെടുന്ന സാധനമാണ് പുറകോട്ട് പോയിരിക്കുന്നത് ട്രാൻസ്മിഷൻ. ഇതൊക്കെ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ട്രാൻസ്മിഷൻ പുറകോട്ട് നമ്മുടെ വീലുകളിൽ എത്തിപ്പിക്കുന്ന സംവിധാനത്തിനാണ് ട്രാൻസ്മിഷൻ എന്ന് പറയുന്നത്. പവറിനെ റിയർ വീലുകളിൽ എത്തിക്കുവാനുള്ള എന്ത് സംവിധാനമാണോ അതിനെയാണ് നമ്മൾ ട്രാൻസ്മിഷൻ എന്ന് പറയുന്നത്. അപ്പം അങ്ങോട്ട് എത്തിക്കാനുള്ള സംവിധാനം. ഞാൻ നിങ്ങളോടൊന്ന് പെട്ടെന്ന് ചോദിച്ചാൽ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചോ. ഈ ഇഞ്ചൻ കറങ്ങിക്കഴിഞ്ഞാൽ അതിൻ്റെ പുറകിലോട്ടുള്ള സംവിധാനങ്ങളെ നമ്മൾ ഡിസ്കണക്റ്റും കണക്റ്റും ചെയ്യണം. അതിന് നമ്മൾ എന്താ ചെയ്തിരിക്കുന്നത്? ഇതാണ് നിങ്ങൾക്ക് മനസ്സിലാവേണ്ട കാര്യം. ഞാൻ പറഞ്ഞ മനസ്സിലായോ? നമ്മുടെ പുറകിലേക്കുള്ള ട്രാൻസ്മിഷൻ പോകുന്നെങ്കിൽ അത് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആ സമയത്തും നമ്മൾ പുറകിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്തിരുന്നെങ്കിൽ എന്നാ സംഭവിച്ചേനെ? വണ്ടിയൊക്കെ ജമ്പ് ചെയ്ത് പോയേനെ ഇല്ലേ? നമ്മളതിനെന്താ അവിടെ കട്ട് ചെയ്ത് കളയും. അങ്ങോട്ട് പുറകോട്ട് ട്രാൻസ്മിഷൻ വിടാതെ, അതായത് കൈമാറ്റം ചെയ്യാതെ നമ്മളതിനെ ഇടയ്ക്ക് കട്ട് ചെയ്ത് കളയാൻ നമ്മൾ എന്താ ചെയ്തിരിക്കുന്നത്? അതാണ് തത്വം. ഓക്കെ, അപ്പോൾ ഇഞ്ചൻ്റെ പുറകിൽ ഏറ്റവും പുറകിലായിട്ട് നമ്മൾ കാണുന്നത് ഫ്ലൈ വീലാണ് അല്ലേ? ഇതിനെക്കുറിച്ച് നിങ്ങൾ പഠിച്ചപ്പോൾ നിങ്ങളുടെ സാറ് പറഞ്ഞു തന്നു. ഫ്ലൈ വീലാണ് അതിൻ്റെ ഏറ്റവും റിയറായിട്ട് കൊടുത്തിരിക്കുന്നത്. അതിന്ന് നമ്മൾ വേറെ ഒരു സംവിധാനത്തേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യുന്നതോടൊപ്പം ഇത് കറങ്ങുകയും ചെയ്യണം. ഇപ്പം ഇതിനെ നമ്മൾ എന്താ ചെയ്തത്? നിങ്ങൾക്കറിയാമോ, ഒരു കറക്കപ്പെടുന്ന സാധനം എന്തുമായിക്കോട്ടെ, ഒരു സാധനം കറങ്ങുന്നു, അതിനെ കറക്കപ്പെടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? അതിനെ അങ്ങോട്ട് ബലമായിട്ട് ചവിട്ടി പിടിച്ചു കൊടുക്കണം, അങ്ങോട്ട് പ്രസ് ചെയ്ത് കൊടുക്കണം. എങ്കിൽ മാത്രമേ അത് കറങ്ങത്തുള്ളൂ. കറങ്ങുന്ന ഒരു സാധനത്തെ നമ്മളെ പുറകോട്ട് ട്രാൻസ്മിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ കറക്കപ്പെടുന്ന സാധനത്തിനെ നമ്മൾ അങ്ങോട്ട് തള്ളി പിടിച്ചോണ്ടിരിക്കണം, അല്ലെങ്കിൽ അതിന് തെറിച്ച് പോരും. ഒരു സാമാന്യ നിയമമല്ലേ? അപ്പോൾ അതിനെന്ത് തത്വമാണ് നമ്മളിവിടെ സ്വീകരിച്ചത്, എന്ത് ചെയ്തു? അതുപോലെ ഇത് ട്രാൻസ്മിറ്റ് ആയിക്കഴിഞ്ഞാൽ, ഇതൊന്നായി കഴിഞ്ഞാൽ അതിനെ എന്താകണം? പുറകോട്ട് മാറാൻ ഉള്ള ചാൻസ് കൊടുക്കരുത്. സെക്കൻഡ് ഇത് ഒരൊറ്റ യൂണിറ്റ് ആയിട്ട് കറങ്ങുകയും വേണം. ഓക്കെ, ഇതാണ് ഇതിൻ്റെ തത്വം. അതായത് ആവശ്യാനുസരണം ഡിസ്കണക്ട് ചെയ്യുകയും കണക്ട് ചെയ്യുകയും ചെയ്യണം. അതിന് നമ്മൾ എന്താ സ്വീകരിച്ചിരിക്കുന്നത്? അതിന് അങ്ങോട്ട് തള്ളി പിടിച്ചുകൊണ്ടിരിക്കണം ഇല്ലേ? തള്ളി പിടിച്ചുകൊണ്ടിരിക്കുമ്പോൾ അത് ഒരൊറ്റ യൂണിറ്റായിട്ട് പ്രവർത്തിക്കണം. അങ്ങനെ പ്രവർത്തിച്ചിട്ട് മുഴുവൻ ഇഞ്ചൻ ഉൽപ്പാദിപ്പിക്കുന്ന ആ മുഴുവൻ ശക്തിയും റിയർ വീലുകളിൽ എത്തിക്കുവാൻ ഇതിന് കഴിവുണ്ടായിരിക്കണം. ഇതാണ് ക്ലച്ചിൻ്റെ തത്വം. ഓക്കെ, മനസ്സിലായോ? അപ്പോൾ നമ്മൾ ക്ലച്ച് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ആദ്യം പറഞ്ഞു ക്ലച്ച് എന്ന് ഞാൻ എഴുതിയായിരുന്നു ഇൻ ആൻഡ് ഔട്ട് ക്ലച്ച്, പോസിറ്റീവ് ക്ലച്ച് അല്ലെങ്കിൽ ലോ ക്ലച്ച്. ഇത് മൂന്നും ഒരെണ്ണത്തിൻ്റെ പേരാണ്. ഓക്കെ, അതിനെ അവിടെ നിർത്തി വെച്ച് നമ്മൾ ഇപ്പുറത്തെ ഗ്രാജുവൽ എൻഗേജ്മെൻറ്റ് നിങ്ങളുടെ ബുക്കിലുണ്ട്. ഗ്രാജുവൽ എൻഗേജ്മെൻറ്റ്, അതായത് വളരെ സൗമ്യമായിട്ട് എൻഗേജ് ചെയ്യുന്ന ക്ലച്ച്.
അതാണ് ഇപ്പം നിങ്ങളുടെ വണ്ടികളിലെല്ലാം ഗ്രാജുവൽ എൻഗേജ്മെൻറ്റാണ്. നേരത്തെ ഉണ്ടായിരുന്നത് ഡോ ക്ലച്ച്. ഓക്കെ, അതിനെ ഞാൻ അവിടെ നിർത്തിയിട്ടാണ് തത്വം, എന്ത് തത്വം, ഈ ഗ്രാജുവൽ എൻഗേജ്മെൻറ്റിൽ എന്ത് തത്വത്തിലാണ് നമ്മളതിനെ പ്രവർത്തിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് കറങ്ങുന്ന ഒരു സാധനത്തിനെ ട്രാൻസ്മിറ്റ് ചെയ്യണം അല്ലെങ്കിൽ പകരണം, അതിൻ്റെ കറക്കം പുറകിലത്തെ വീലുകളിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനെ ഈ കറങ്ങുന്ന സാധനത്തിനോട് കറക്കപ്പെടുന്ന സാധനം അടുപ്പിച്ച് വയ്ക്കണം, ഒരു യൂണിറ്റായിട്ട് അത് പ്രവർത്തിക്കണം. ഓക്കെ, അതാണ് ക്ലച്ചിൻ്റെ തത്വം. ഓക്കെ, അപ്പോൾ നിങ്ങൾ ബുക്ക് എടുത്ത് നിങ്ങൾ ഈ കാര്യം ഒന്ന് എഴുതി വെച്ച് മലയാളത്തിൽ എഴുതിപ്പിക്കാം. അന്നേരം നിങ്ങൾക്ക് പെട്ടെന്ന് ആ കാര്യം മനസ്സിലാവും, ഇതെന്താണ് ഈ തത്വം. ഓക്കെ, കേട്ടോ? നിങ്ങൾ എഴുതിക്ക് പ്രവർത്തന തത്വം, ക്ലച്ചിൻ്റെ പ്രവർത്തന തത്വം. പറഞ്ഞോട്ടെ. കർഷണ തത്വം അനുസരിച്ചാണ് ക്ലച്ച് പ്രവർത്തിക്കുന്നത്. കർഷണ തത്വം അനുസരിച്ചാണ് ക്ലച്ച് പ്രവർത്തിക്കുന്നത്. എഴുതിയോ? മനസ്സിലായോ? കർഷണം എന്ന് പറഞ്ഞാൽ ഒരസൽ അല്ലേ? ഒരസുന്ന തത്വം അനുസരിച്ചാണ് ക്ലച്ച് പ്രവർത്തിക്കുന്നത്. എല്ലാവർക്കും അറിയാം. കാരണം ഫ്ലൈവീലാണ് നമ്മുടെ ക്ലച്ചിൻ്റെ പ്രഷർ പ്ലേറ്റും ക്ലച്ച് ഡിസ്കും ഒക്കെ ഫിറ്റ് ചെയ്തിരിക്കുന്നത്. അത് അവിടെ കർഷണം ചെയ്താണ് പ്രവർത്തിക്കുന്നത്. ഫുൾ സ്റ്റോപ്പ്. രണ്ട് കർഷണ പ്രതലങ്ങൾ തമ്മിൽ കർഷണ പ്രതലങ്ങൾ തമ്മിൽ പരസ്പരം മർദ്ദത്തിൽ അടുത്തിരിക്കുമ്പോൾ ഇവയ്ക്കിടയിലെ കർഷണം മൂലം ഇത് ഒറ്റ യൂണിറ്റായി മാറുന്നു. ഈ കർഷണ പ്രതലം കറങ്ങുകയാണെങ്കിൽ മറ്റൊന്ന് കറക്കപ്പെടുകയാണ്. ഇവിടെ ഒന്ന് നിങ്ങളെ എന്നെ ശ്രദ്ധിച്ച് ഇവിടെ ഒന്ന് ശ്രദ്ധിച്ചോ. ഇവിടെ കറങ്ങുന്നത് ആരാ? ഫ്ലൈ വീൽ അല്ലേ? കറക്കപ്പെടുന്നതോ നിങ്ങളുടെ ക്ലച്ച് പ്ലേറ്റ്. ഓക്കെ, കറക്കപ്പെടുന്നത് ക്ലച്ച് പ്ലേറ്റാണ്. പ്രഷർ പ്ലേറ്റിലാണ് നമ്മളെ ഈ ക്ലച്ച് ഡിസ്ക് കൊണ്ട് വെച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ കറക്കപ്പെടുന്നത് ക്ലച്ച് ഡിസ്കാണ്. ഈ ക്ലച്ച് ഡിസ്കിന് ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത് നിങ്ങളുടെ ബ്രേക്ക് ഷൂ ലൈനറില്ലേ, അതുപോലെ തന്നെ ആയിരിക്കും. കാരണം എന്താണെന്ന് ചോദിച്ചാൽ രണ്ട് മെറ്റൽ നമ്മളിൽ ഉരച്ചുമ്പോൾ സൗണ്ട് ഉണ്ടാകും, പ്രശ്നങ്ങളുണ്ടാകും. അപ്പോൾ അതുപോലെ തന്നെ അത് ഉരഞ്ഞു പോകും. അങ്ങനെ അത് ഉരഞ്ഞു പോയാൽ അത് പോയിട്ട് അതിനെ നമുക്ക് റിപ്പയർ ചെയ്യാൻ പറ്റും. പക്ഷേ ഫ്ലൈ വീലും അല്ലെങ്കിൽ പ്രഷർ പ്ലേറ്റും ഒക്കെ ഉരഞ്ഞു പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പിന്നെ അതിന് എക്കണോമിക്കലി സാമ്പത്തികമായിട്ട് ഒത്തിരി ബുദ്ധിമുട്ടുണ്ടാകും. ഇതൊരു ക്ലച്ച് പ്ലേറ്റ് ഉരഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ നമുക്കതിനെ മാറ്റാൻ പറ്റും. ഓക്കെ, അതിന് നമ്മൾ എന്ത് ചെയ്തു? ക്ലച്ച് ഡിസ്ക് അവിടെ കൊടുത്തു. ഓക്കെ, കറക്കപ്പെടുകയാണ്. രണ്ട് പ്രതലങ്ങളും അടുത്ത എഴുതിയോ. രണ്ട് പ്രതലങ്ങളും ആവശ്യാനുസരണം വേർപെടുവാനും
വേർപെടുവാനും അടുത്തിരിക്കുവാനും സാധിക്കുന്ന രീതിയിലാണ് ഘടിപ്പിച്ചിരിക്കുന്നത്. ഫുൾ സ്റ്റോപ്പ്. ഇവിടെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ച്, നിങ്ങൾ ക്ലച്ച് ചവിട്ടുന്നു അല്ലേ? വെളിയിലെ ക്ലച്ച് ചവിട്ടിയാൽ ഉടനെ എന്ത് ചെയ്യും? പ്രഷർ പ്ലേറ്റ് താഴേക്ക് അമർന്നിട്ട് അത് ചവിട്ടുന്ന ആളുടെ വശത്തേക്ക് അല്പം മാറിക്കൊടുക്കും. ഉടനെ ക്ലച്ച് ഡിസ്ക് അവിടെ ഫ്രീ ആകും. ഫ്രീ ആയാൽ ഉടനെ അതിൻ്റെ രണ്ട് സ്പേസും എന്നാ സംഭവിക്കും? ഒരശം. ഓക്കെ, നിങ്ങൾക്ക് പെട്ടെന്ന് ക്ലച്ച് മനസ്സിലാകാനാണ് ഞാൻ ഇതുപോലെ പറഞ്ഞ് മനസ്സിലാക്കുന്നത്. ഓക്കെ, പ്രതലങ്ങൾ ഡ്രൈവിംഗ് അടുത്തിരിക്കുവാനും സാധിക്കുന്ന രീതിയിലാണ് ഘടിപ്പിച്ചിരിക്കുന്നത്. ഒരു പ്രതലം ഡ്രൈവിംഗ് മെമ്പറും എഴുതാനാണ്. ഒരു പ്രതലം ഡ്രൈവിംഗ് മെമ്പറും മറ്റൊന്ന് ഡ്രിവൺ മെമ്പറും ആണ്. ഫുൾ സ്റ്റോപ്പ്. ഡ്രൈവിംഗ് മെമ്പർ കറങ്ങിക്കൊണ്ടിരിക്കും. ഡ്രിവൺ മെമ്പർ ഡ്രൈവിംഗ് മെമ്പറുമായി ചേർന്നിരിക്കുമ്പോൾ ഡ്രിവൺ മെമ്പർ കറങ്ങുവാൻ ആരംഭിക്കും. അതായത് ഡ്രൈവിംഗ് മെമ്പറും ഡ്രിവൺ മെമ്പറും ഒറ്റ യൂണിറ്റായി കറങ്ങും. ഡ്രൈവിംഗ് മെമ്പറിൽ നിന്നും ഡ്രിവൺ മെമ്പർ വേർപെടുമ്പോൾ ഡ്രിവൺ മെമ്പർ കറങ്ങുകയില്ല. ഇതാ സംഭവം. ഡ്രിവൺ മെമ്പർ കറങ്ങുകയില്ല. ഈ തത്വത്തെ അടിസ്ഥാനമാക്കിയാണ് ക്ലച്ച് പ്രവർത്തിക്കുന്നത്. ഒരു ക്ലച്ച് യൂണിറ്റിന്റെ ഫ്ലൈവീൽ ഡ്രൈവിംഗ് മെമ്പറും ഫ്രിക്ഷൻ പ്ലേറ്റ് ഡ്രിവൺ മെമ്പറുമാണ്. ഫുൾ സ്റ്റോപ്പ്. നിങ്ങളെ ഞാൻ ഒന്നുകൂടെ വായിക്കാം. നിങ്ങൾ എഴുതിയിരിക്കുന്നത് ശ്രദ്ധിച്ചോ? നിങ്ങൾക്ക് മനസ്സിലായോ ഇല്ലയോ എന്ന് പറയണം. ഓക്കെ, വായിക്കട്ടെ. നിങ്ങൾ എഴുതിയിരിക്കുന്നത് ശ്രദ്ധിച്ചോ? നിങ്ങൾ ശ്രദ്ധിക്കാമെങ്കിൽ നിങ്ങൾക്ക് ഈ തത്വം മനസ്സിലാവും. നിങ്ങൾക്ക് ക്ലച്ച് വളരെ ഈസി ആയിട്ട് മനസ്സിലാവും. ഓക്കെ, വായിക്കട്ടെ. കർഷണ തത്വം അനുസരിച്ചാണ് ക്ലച്ച് പ്രവർത്തിക്കുന്നത്. രണ്ട് കർഷണ പ്രതലങ്ങൾ തമ്മിൽ പരസ്പരം മർദ്ദത്തിൽ ചേർന്നിരിക്കുമ്പോൾ ഇവയ്ക്കിടയിലെ ഫ്രിക്ഷൻ മൂലം ഇത് ഒറ്റ യൂണിറ്റായി മാറുന്നു. ഒരു കർഷണ പ്രതലം കറങ്ങുകയാണെങ്കിൽ മറ്റൊന്ന് കറക്കപ്പെടുകയാണ്. രണ്ട് പ്രതലങ്ങളും ആവശ്യാനുസരണം വേർപെടുവാനും അടുത്തിരിക്കുവാനും സാധിക്കുന്ന രീതിയിലാണ് ഘടിപ്പിച്ചിരിക്കുന്നത്. ഒരു പ്രതലം ഡ്രൈവിംഗ് മെമ്പറും മറ്റൊന്ന് ഡ്രിവൺ മെമ്പറുമാണ്. ഡ്രൈവിംഗ് മെമ്പർ കറങ്ങിക്കൊണ്ടിരിക്കും. ഡ്രിവൺ മെമ്പർ ഡ്രൈവിംഗ് മെമ്പറുമായി ചേർന്നിരിക്കുമ്പോൾ
റിബൺ മെമ്പർ കറങ്ങുവാൻ ആരംഭിക്കും. അതായത് ഡ്രൈവിംഗ് മെമ്പറും റിബൺ മെമ്പറും ഒറ്റ യൂണിറ്റായി കറങ്ങും. ഡ്രൈവിംഗ് മെമ്പറിൽ നിന്നും റിബൺ മെമ്പർ വേർപെടുമ്പോൾ റിബൺ മെമ്പർ കറങ്ങുകയില്ല. ഈ തത്വത്തെ അടിസ്ഥാനമാക്കിയാണ് ക്ലച്ച് പ്രവർത്തിക്കുന്നത്. ഒരു ക്ലച്ച് യൂണിറ്റിന്റെ ഫ്ലൈ വീൽ ഡ്രൈവിംഗ് മെമ്പറും ഫ്രിക്ഷൻ പ്ലേറ്റ് റിബൺ മെമ്പറുമാണ്. ഈ കാര്യം മനസ്സിലാകുകയാണെങ്കിൽ നിങ്ങൾക്ക് മുമ്പോട്ട് വളരെ ഈസി ആയിട്ട് ക്ലച്ച് മനസ്സിലാവും. ഇതിനെ ഇത്രയും വിപുലീകരിച്ച് വേണ്ട. നിങ്ങളോട് ഞാൻ പറഞ്ഞ പോലെ ഫ്ലൈ വീലെ കൊണ്ട് നമ്മൾ പ്രഷർ പ്ലേറ്റും ക്ലച്ച് ഡിസ്കും കൂടെ ഫിറ്റ് ചെയ്യും. ഓക്കെ, ഫിറ്റ് ചെയ്തിട്ട് നമ്മൾ അതിനെ ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡ്രൈവറോട് പറഞ്ഞിരിക്കുകയാണ്, നിങ്ങളെ പെഡൽ ചവിട്ടിയാൽ ഉടനെ പ്രഷർ പ്ലേറ്റിലെ ഫിംഗർ താഴേക്ക് അമരുകയും ക്ലച്ച് ഡിസ്ക് അതിനകത്ത് അല്പം ഫ്രീ ആവുകയും ചെയ്യും. ഓക്കെ, ഫ്രീ ആയി കഴിയുമ്പോൾ എന്താ സംഭവിക്കും? ഇതിനകത്ത് ഇതിന്റെ രണ്ട് പ്രതലങ്ങളും, സപ്പോസ് ഈ പുസ്തകം ഫ്ലൈ വീൽ അല്ലേ, ഇത് റിബൺ മെമ്പർ ക്ലച്ച് ഡിസ്ക്. ഓക്കെ, നിങ്ങൾക്ക് കാണാം. ഇതിനെ അല്പം ഒന്ന് അകത്തി കൊടുത്തു കഴിഞ്ഞാൽ ഇതിനകത്ത് കിടക്കുന്ന ഈ ഡിസ്ക് എന്നാ സംഭവിക്കും? ഇതേ ഒരസി കഴിഞ്ഞാൽ ഇതിന്റെ സെൻട്രലിലാണ് നമ്മൾ ഗിയർ ബോക്സിന്റെ പ്രൈമറി ഷാഫ്റ്റ് കൊണ്ട് ഫിറ്റ് ചെയ്യുന്നത്. ഉടനെ പ്രൈമറി ഷാഫ്റ്റിനെ അത് പിടിച്ചത്. ഇതാണ് ക്ലച്ച്. നിങ്ങൾക്ക് സിമ്പിളായിട്ട് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ അതാണ് ഇതിന്റെ തത്വം. അതായത് രണ്ട് പ്രതലങ്ങൾ ചേർന്നിരിക്കണം. ചേർന്നിരിക്കുമ്പോൾ ഇതിന്റെ ട്രാൻസ്മിഷൻ നടക്കും. അതിനെ നമ്മൾ വേർപെടുത്തി കഴിഞ്ഞാൽ അത് ട്രാൻസ്മിഷൻ നടക്കത്തില്ല. എത്ര നല്ല ക്ലിയറായിട്ട് ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി. അതായത് ചേർന്നിരിക്കുമ്പോൾ നിങ്ങളുടെ പ്രൊപ്പല്ലർ ഷാഫ്റ്റ് കറങ്ങാൻ തുടങ്ങും. നിങ്ങളെ ക്ലച്ച് ചവിട്ടിയാൽ ഉടനെ എന്നാ സംഭവിക്കും? ഇവിടം വേർപെട്ടു പോകും. ഓക്കെ, ഫ്ലൈ വീലിൽ നിന്നും റിബൺ ചെയ്യുന്ന പ്ലേറ്റ് വേർപെട്ട് കഴിഞ്ഞാൽ ഈ ട്രാൻസ്മിഷൻ പുറകോട്ട് നടക്കത്തില്ല. അതുപോലെ ചേർന്നിരിക്കുന്നത് പ്രഷറിലായിരിക്കണം. അതിനാണ് നമ്മുടെ ക്ലച്ച് പ്രഷർ പ്ലേറ്റ് കുറെ സ്പ്രിങ് എല്ലാം കൊടുത്തിട്ട് അതിനെ ചേർത്ത് വെച്ചിരിക്കുന്നു. അതായത് നമ്മളിപ്പോൾ കറങ്ങുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? കറക്കപ്പെടുന്ന സാധനത്തിനെ കാലുകൊണ്ട് അമർത്തി വെക്കണം. ഓക്കെ, എങ്കിൽ മാത്രമേ ആ സാധനം പുറകോട്ട്, അല്ലെങ്കിൽ അത് തട്ടി പുറകോട്ട് പോരും. ഓക്കെ, അതിനു വേണ്ടി നമ്മളെ പ്രഷർ പ്ലേറ്റ് കുറെ സ്പ്രിങ് എല്ലാം കൊടുത്തിട്ട് ചേർത്ത് വെച്ചിരിക്കുക. ഓക്കെ, ഈ തത്വം മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് ക്ലച്ച് മനസ്സിലാവും. ഓക്കെ, ഇനി അടുത്ത കാര്യം. പറയുന്നത് ക്ലച്ചിനുണ്ടായിരിക്കേണ്ട ഗുണങ്ങൾ. ക്ലച്ചിന് എന്തെല്ലാം ഗുണങ്ങൾ ഉണ്ടായിരിക്കണം? ഞാൻ നേരത്തെ പറഞ്ഞോ എന്ന് എനിക്ക് സംശയമുണ്ട്. ഓക്കെ, ക്ലച്ചിനുണ്ടായിരിക്കേണ്ട ഗുണങ്ങൾ ഞാൻ പറഞ്ഞെന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, പറഞ്ഞില്ല എങ്കിൽ നിങ്ങൾ എന്നെ വിളിച്ചാൽ മതി, ഞാൻ അത് എഴുതിപ്പിച്ചോളാം കേട്ടോ. എനിക്ക് സംശയം ഇത് പറഞ്ഞോ. അടുത്ത കാര്യത്തെ കുറിച്ചാണ് നമ്മൾ ഇത് ഞാൻ പറഞ്ഞത് ഫ്രിക്ഷൻ ക്ലച്ച്, അതായത് ഗ്രാജുവൽ എൻഗേജ്മെന്റ് ക്ലച്ചിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, അതിന്റെ തത്വമാണ് പറഞ്ഞത്. ഇനി വേറെ ഒരു ക്ലച്ച് നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആണ്, എല്ലാ പരീക്ഷയ്ക്കും വരുന്നതാണ് ഈ സംഭവം, ഡോഗ് ക്ലച്ച്. ഇതിന് പല പേരുകളിൽ നമ്മൾ അറിയുന്നുണ്ട്. പേരുകളൊക്കെ ഞാൻ പറയുന്നുണ്ട്. പല പേരുകളിൽ നമ്മൾ അറിയുന്നുണ്ട്. ഒന്ന് പോസിറ്റീവ് ക്ലച്ച്. ഓക്കെ, വേറൊന്ന് ഇൻ ആൻഡ് ഔട്ട് ക്ലച്ച്. ഈ മൂന്ന് പേരും ഇതിൻ്റെ തന്നെയാണ്, ഡോഗ് ക്ലച്ചിൻ്റെ. ഓക്കെ, ഇനി ഇതെന്താണ് എന്ന് നിങ്ങളെ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കാം. ഇത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങളെ ക്ലച്ചിൽ ആദ്യമായിട്ട് നമ്മുടെ വാഹനങ്ങളിൽ ഉണ്ടായ ഒരു സംഭവമാണ്. പക്ഷേ ഇതിന് കുറേ ഡ്രോബാക്ക്, ദൂഷ്യഫലങ്ങൾ ഉണ്ടായി. അതുകൊണ്ടാണ് നമ്മൾ ഇതിനെ മാറ്റിക്കളഞ്ഞത്. എങ്കിലും ഇന്നും നിങ്ങളുടെ ഗിയർ ബോക്സിനുള്ളിൽ ഈ സംഭവം നടക്കുന്നുണ്ട്. അതെങ്ങനെ നടക്കുന്നു എന്നൊക്കെ ഞാൻ പറഞ്ഞോളാം. ആദ്യം നിങ്ങൾ ഇതൊന്ന് മനസ്സിലാക്കണം. ഇതെന്നതാണ് ഈ സംഭവം, എങ്ങനെ ഇതിനെ ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും. അപ്പം ഇതാണ് ഡ്രൈവിംഗ് ഷാഫ്റ്റ് അല്ലെങ്കിൽ ഡ്രൈവിംഗ് മെമ്പർ. കണ്ടോ, ഇത് ഫ്ലൈ വീൽ.
നേരെ നിങ്ങൾക്ക് മനസ്സിലാവും. ഫ്ലൈ വീൽ, ഫ്ലൈ വീലെ കൊണ്ടുവന്നിട്ട് നമ്മളിത് കണ്ടോ ഒരു ഇൻ യൂണിറ്റ് ഇന്ന് ഇതാ, അതുകൊണ്ടാണ് ഇത് ഇൻ ആൻഡ് ഔട്ട് യൂണിറ്റ് ക്ലച്ച് എന്ന് പറയാൻ കാര്യം. ഇത് കണ്ടോ ടീത്ത്, പല്ല്, ഇത് കണ്ടോ ഈ പല്ലുള്ളത് കൊണ്ടാണ് ഇതിനെ ഡോ ക്ലച്ച് എന്നും പേര് വന്നത്. പട്ടിയുടെ പല്ലില്ലേ ഡോഗിന്റെ പല്ല്, ഡോ ക്ലച്ച്, പട്ടിയുടെ പല്ല് പോലെയുള്ള ഒരു സംഭവമാണ്. ഇതെന്താ സംഭവിക്കുന്നത്? ഇത് നമ്മുടെ ഇതിനെ അങ്ങോട്ട് തള്ളി നീക്കി കൊടുത്തു കഴിഞ്ഞാലുള്ള ഇതിനകത്തേക്ക് കയറും. അകത്തേക്ക് കയറിയിട്ട് ഇത് ഒരൊറ്റ യൂണിറ്റ് ആകും. ഓക്കെ, ഇവിടെ ശ്രദ്ധിച്ചു ഒന്നുകൂടെ ഞാൻ പറയുന്നു. ഇതാണ് ഡ്രൈവിംഗ് മെമ്പർ, ഡ്രൈവിംഗ് ഷാഫ്റ്റ്. ഇത് നമ്മൾ ഇഞ്ചിനോട് കൂടി യോജിപ്പിച്ച് വെച്ചിരിക്കാം. ഈ യൂണിറ്റ് ഇതിന്റെ ഇടയ്ക്കൂടെ കണ്ടോ ഒരു ലൈൻ കൊടുത്തിരിക്കുന്നുണ്ടോ? ഓക്കെ, ഇത് നമ്മളെ ഇവിടെ മാറ്റി ഇവിടെ ഇഞ്ചിനോട് കൂടി യോജിപ്പിച്ചു. ഇതിനെ നമ്മളെ ഫെഡിനോട് കൂടി യോജിപ്പിച്ചു, ഡ്രൈവറുടെ കൊടുത്തു. ഓക്കെ, എന്നിട്ട് എന്താ സംഭവിക്കുന്നത്? ഇത് കാലുകൊണ്ട് ചവിട്ടി കഴിഞ്ഞാലുള്ള ഇത് കണ്ടോ ഇവിടെ സ്പ്ലൈൻസ് കൊടുത്തിട്ടുണ്ടോ? ഈ സ്പ്ലൈൻസ് വഴി ഇത് അങ്ങോട്ട് നീങ്ങിയിട്ട് കണ്ടോ ഇവിടെ സ്പ്രിങ് കൊടുത്തിട്ടുണ്ട്. ഈ സ്പ്രിങ് എന്ത് ചെയ്യും? ഇതിനെ തള്ളി അടുപ്പിച്ച് വെച്ചോണ്ടിരിക്കും. പറഞ്ഞില്ലേ പ്രഷറിലായിരിക്കണം. ഇപ്പോൾ പ്രഷറിൽ ഇതിനെ അങ്ങോട്ട് വെക്കും. നീക്കിയിട്ട് ഇതൊരൊറ്റ യൂണിറ്റ് ആയിട്ട് കറങ്ങിക്കൊണ്ടിരിക്കും. ഇവിടുന്ന് ട്രാൻസ്മിറ്റ് നടക്കും. ഓക്കെ, ഡോ ക്ലച്ച് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചാൽ ഉടനെ നിങ്ങൾ പറയണം. ശ്രദ്ധിച്ചോ, ഉടനെ നിങ്ങൾ എന്താ പറയേണ്ടതെന്ന് ചോദിച്ചാൽ ഇഞ്ചിന്റെ സൈഡിൽ ഡ്രൈവ് ഷാഫ്റ്റ് കൊടുത്തു, അല്ലെ ഡ്രൈവിംഗ് മെമ്പർ കൊടുത്തു. ഇതിന്റെ പ്രത്യേകത ഇതിലാണ് ടീത്ത് കൊടുത്തിരിക്കുന്നത്. റിബൺ മെമ്പറിന് നമ്മളെ ഇതിന്റെ ഈ ഷാഫ്റ്റ് വഴി സ്ലൈഡ് ചെയ്യത്തക്ക വിധത്തിലാണ് ഫിറ്റ് ചെയ്തിരിക്കുന്നത്. ഇതിനെ ഇവരെന്ത് ചെയ്തു? ഇത് ഈ ഡോഗിനെ കയറി ഇരിക്കത്തക്ക വിധത്തിൽ കട്ട് ചെയ്താണ് ഫിറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇതിനെ നമ്മള് ഇതിന്റെ പുറകിൽ ഒരു സ്പ്രിങ് കൊടുത്തിട്ടുണ്ട്. സ്പ്രിങ് ഇതിനെ ശക്തമായിട്ട് തള്ളി നീക്കി വെച്ചുകൊണ്ടിരിക്കും. ഓക്കെ, ഇത് എപ്പം നിങ്ങൾക്ക് മാറ്റണമോ ആ സമയത്ത് ഇത് ക്ലച്ച് കാലെടുത്ത് കഴിഞ്ഞാൽ ഉടനെ ഇത് പുറകോട്ടേക്ക് പോരും. ഓക്കെ, ഇപ്രകാരമാണ് ഡോ ക്ലച്ച്. ഇത് ആദ്യമായിട്ടുണ്ടാക്കിയ സംഭവമാണ്. എന്നാൽ ഇന്ന് നിങ്ങളുടെ ഗിയർ ബോക്സുകളിൽ എല്ലാം ഈ സംഭവം നടക്കുന്നുണ്ട്. പക്ഷെ അവരെന്ത് ചെയ്തു? ഇതിന് ഈ സ്പ്ലൈൻസ് അവരെന്ത് ചെയ്തു? ഒരു ഇന്നർ ഇതുപോലെ കട്ട് ചെയ്തു. എന്നിട്ട് ഇതിന്റെ മുകളിൽ ഒരു സ്ലീവ് കൊടുത്തു. ആ സ്ലീവിന്റെ അകത്തെ കട്ട് ചെയ്തു. എന്നിട്ട് അതിനെ അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കി കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഒരു ഗിയർ ആണെന്ന് ഓർത്തോ, ആ ഗിയറിലേക്ക് കണക്ട് ആയിക്കോളും. അതാണ് നിങ്ങളുടെ പുസ്തകത്തിൽ ഇവർ പറയുന്നുണ്ട്. ഇപ്പോൾ സിംഗ്ലോമസ് ടൈപ്പ് ഗിയർ ബോക്സിൽ ഇത് അഡാപ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇതുണ്ട്. അതെന്താ? ഷാഫ്റ്റ് സ്പ്ലൈൻസ് കൊടുത്തിട്ട് അതിന്റെ മുകളിലത്തെ സ്ലീവിൽ ഇന്നറിൽ കട്ട് ചെയ്ത് കൊടുത്തിട്ട് അതേ അങ്ങോട്ടും ഇങ്ങോട്ടും സ്ലൈഡ് എടുത്തു കൊടുത്താൽ ഈ അടുത്ത ഗിയറിലേക്ക് നിങ്ങൾക്ക് ഇതിനെ മാറ്റാൻ പറ്റും. ഓക്കെ, ഇതാണ് ഈ ഡോ ക്ലച്ച്. ഇൻ ആൻഡ് ഔട്ട്, പോസിറ്റീവ് ക്ലച്ച്, ഇങ്ങനെയെല്ലാം ഇതിനെ വിളിക്കുന്നുണ്ട്. ഇതിന്റെ പ്രവർത്തനം എന്താണെന്ന് ചോദിച്ചാൽ ഉടനെ നിങ്ങൾ പറയേണ്ടത് ഇപ്പം ഞാൻ എഴുതി തരുന്നുണ്ട്. ഷോർട്ട് കട്ടിൽ ഞാൻ പറഞ്ഞു നിങ്ങളെ മനസ്സിലാക്കാം. ഇത് ടീത്ത് കൊടുത്തിട്ടുണ്ട്. ഈ ടീത്ത് റിവൺ ചെയ്യുന്ന ഷാഫ്റ്റിൽ സ്ലൈഡ് ചെയ്യത്തക്ക വിധത്തിൽ അതിനെ കയറി ഇരിക്കത്തക്ക വിധത്തിലുള്ള സീറ്റ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, പടം വരയ്ക്കണം. പടം വരച്ചിട്ട് ഇത് അതുപോലെ തന്നെ ഇത് ഡിസ്കണക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിനെ പുറകോട്ട് നീക്കണം. ഓക്കെ, എൻഗേജ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിനെ മുൻപോട്ട് തള്ളി കൊടുക്കണം. തള്ളി കൊടുത്തു കഴിഞ്ഞാൽ ഉടനെ ഇതിലേക്ക് ഇത് കയറിയിട്ട് ഇത് ഒറ്റ യൂണിറ്റ് ആയിട്ട് പ്രവർത്തിക്കും. ഓക്കെ, ഇതാണ് ഇതിന്റെ പ്രവർത്തനം. ഓക്കെ, ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇൻ ആൻഡ് ഔട്ട്, ഡോ ക്ലച്ച്, പോസിറ്റീവ് ക്ലച്ച്. ഈ മൂന്ന് പേരും ഇതിൻ്റെതാണ്. ഇതിനകത്ത് ഞാനിവിടെ ഓരോന്നോരോ നിങ്ങളെ വായിച്ച് കേൾപ്പിക്കാം. ആദ്യം നമുക്ക് ഈ യൂണിറ്റിലേക്ക് വരിക. ഡ്രൈവിംഗ് മെമ്പർ. ഓക്കെ, ഇതിനെ ഡ്രൈവിംഗ് ഷാഫ്റ്റ് രണ്ടും. ഡ്രൈവിംഗ് ഷാഫ്റ്റ് എന്ന് പറയുമ്പോൾ ഈ ഷാഫ്റ്റിനെ കുറിച്ചാണ് പറയുന്നത്. ഇത് ഇഞ്ചിനിൽ നിന്നാണ് വരുന്നത്. ഓക്കെ,
എന്നിട്ട് ഈ ഡ്രൈവിംഗ് മെമ്പറിലേക്ക് കടക്കും. ഈ ഡ്രൈവിംഗ് മെമ്പറിന്റെ ഒരു പ്രത്യേകത ഇത് ഡോഗ്സ്. ഓക്കെ, ഇത് കണ്ടോ, ഈ തള്ളി നിൽക്കുന്ന പല്ല്, ഇതിന് പല്ലുകളുണ്ട്. ഓക്കെ, ഇത്രയും ഇത് ഈ ഒരു യൂണിറ്റായി. ഇനി അടുത്തത് ഇപ്പുറത്തേക്ക് പോകാം. ഇവിടെ ഇത് ട്രിവൺ ഷാഫ്റ്റാണ്, ട്രിവൺ മെമ്പറുമാണ്. ഓക്കെ, ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് കണ്ടോ, ഇവിടെ ഒരു സ്പ്രിങ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഇതിന്റെ കംപ്രഷൻ സ്പ്രിങ്. കംപ്രഷൻ സ്പ്രിങ് എന്ന് പറഞ്ഞാൽ ശക്തമായിട്ട് അങ്ങോട്ട് തള്ളി വെക്കത്തക്ക വിധത്തിലുള്ള ഒരു സ്പ്രിങ്, ശക്തമായ ഒരു സ്പ്രിങ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് കണ്ടോ, ഇവിടെ റിട്ടേൺ സ്പ്രിങ്, 2 സ്പ്രിങ് ഉണ്ട്. ഇത് പെഡലേറുള്ള, നിങ്ങൾ ഈ പെഡലേർ ഏത് വാഹനത്തേനും നോക്കിയോ, നിങ്ങളുടെ പെഡലുകളിൽ ഒരു സ്പ്രിങ് കൊടുത്തിട്ടുണ്ട്. സ്പ്രിങ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം ഞാൻ നിങ്ങളോട് മുമ്പേ പറഞ്ഞിട്ടുണ്ട്. സ്പ്രിങ് എന്ന് പറഞ്ഞാൽ അത് ജോലി കഴിഞ്ഞ്, ആഫ്റ്റർ വർക്ക്, ജോലി കഴിഞ്ഞിട്ട് അതിൻ്റെ സ്ഥാനത്തേക്ക് ആ എന്ത് സാധനമാണോ ഓപ്പറേറ്റ് ചെയ്യുന്നത് അതിൻ്റെ സ്ഥാനത്തേക്ക് കൊണ്ടുവരും. അതിനെയാണ് നമ്മൾ പറയുന്നത് സ്പ്രിങ് എന്ന് പറഞ്ഞാൽ ഇവിടെ പെഡില് നമ്മളൊരു സ്പ്രിങ് കൊടുത്തിട്ടുണ്ട്. ഇതിനെ ചവിട്ടി കഴിഞ്ഞിട്ട് ഡ്രൈവർ വിട്ട് കഴിഞ്ഞാൽ ഉടനെ ഈ പെഡിന് മുകളിലേക്ക് വരും. അതിന് വേണ്ടിയിട്ടാണ് ഈ സ്പ്രിങ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, സ്പ്രിങ്. ഇവിടെ ടോ ബോർഡ്, നമ്മുടെ വണ്ടിയുടെ അവിടുത്തെ ബോർഡില്ലേ, ആ ബോർഡാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അതിനുശേഷം ഇവിടെ ഡ്രൈവിംഗ് ഷാഫ്റ്റ്, ഡ്രിവൺ ഷാഫ്റ്റ്, കറക്കപ്പെടുന്ന ഷാഫ്റ്റ്. ഇതാണ് നിങ്ങൾ പ്രൊപ്പല്ലർ ഷാഫ്റ്റെ കൊണ്ട് ഫിറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അതിനുശേഷം ട്രിവൺ മെമ്പർ. ഇതാണ് ട്രിവൺ മെമ്പർ, ഈ യൂണിറ്റ്. ഇത് പടം വരച്ചിരിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലായോ? ഇത് വട്ടത്തിലിരിക്കും. ഇതിനെ നമ്മൾ നടുവേ മുറിച്ചാണ് നിങ്ങൾക്ക് ഈ പടം ഞാൻ വരച്ചിരിക്കുന്നത്, നിങ്ങൾക്ക് മനസ്സിലാകാൻ. ഓക്കെ, കപ്ലിംഗ് ആണ്. കപ്ലിംഗ് അതായത് ഇതേമാതിരി കോർത്തിരിക്കും. കാണാമോ നിങ്ങൾക്ക് എല്ലാവരും? ഇതേമാതിരി കോർത്തിരിക്കും. എന്നിട്ട് ഇതിനെ നീക്കണം, ഇങ്ങനെ നീക്കും, എന്നിട്ട് കൂട്ടി യോജിപ്പിക്കണം. ഓക്കെ, ഇത് ഇതേമാതിരി യോജിപ്പിച്ച് കഴിഞ്ഞാൽ ഉടനെ ഇതിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും. ഓക്കെ, അപ്പോൾ എപ്പം നിങ്ങൾക്ക് യോജിപ്പിക്കണമോ ഇതേമാതിരി യോജിച്ചിരിക്കും. എപ്പം നിങ്ങൾക്ക് ഡിസ്കണക്ട് ചെയ്യണോ ഇതേമാതിരി നീങ്ങി കൊടുക്കും. അപ്പോൾ നീങ്ങി കൊടുത്തു കഴിഞ്ഞാൽ ഉടനെ എന്നാ സംഭവിക്കും? ഇഞ്ചൻ കറങ്ങിക്കൊണ്ടിരിക്കും, ബാക്കി റെസ്റ്റ് പുറകോട്ടുള്ള സാധനങ്ങളെല്ലാം ഓഫായി പോകും. മനസ്സിലായോ? എല്ലാവർക്കും മനസ്സിലായോ? നല്ലപോലെ ഇതേമാതിരി കോർത്തിരിക്കും. സോ അതുകൊണ്ടാണ് ഡോഗ് ക്ലച്ച്. ഡോഗ് പട്ടിയുടെ പല്ല് പോലെ ഇരിക്കും. പട്ടിയുടെ പല്ലിനുള്ള ഒരു പ്രത്യേകത നിങ്ങൾക്കറിയാമോ? അത് കടിച്ചു കഴിഞ്ഞാൽ പിന്നെ നേരെ അതിങ്ങനെ എടുക്കാൻ പറ്റത്തില്ല. നിങ്ങൾ കണ്ടിട്ടുണ്ടാകും, പട്ടി കടിച്ചിട്ടുള്ളവർക്കറിയാം. പട്ടി കടിച്ചിട്ടുള്ളവർ ശ്രദ്ധിച്ച് അവരുടെ അത് തലയെടുക്കുമ്പോൾ അതിങ്ങനെ തലയൊന്ന് കുലുക്കിയിട്ടാണ് എടുക്കുന്നത്. എന്നാ അറിയാമോ? അതാ പട്ടി കടിച്ചാൽ ചിലപ്പോൾ ഇറച്ചിയൊക്കെ കഴിഞ്ഞ് പോരും. കാരണം അത് പൊരുത്ത് കിടക്കും. പട്ടിയുടെ പല്ല് അതേമാതിരി ആയിരിക്കും അതാണ് ഇതിനെ ഡോഗ് ക്ലച്ച് എന്ന പേര് വരാൻ കാര്യം. കൊരുത്ത് കിടക്കും, പിടിച്ചു നിൽക്കും. ഓക്കെ, അപ്പോൾ ഇപ്രകാരമുള്ള ഒരു ക്ലച്ചായിരുന്നു ഡോഗ് ക്ലച്ച്. ഇത് ഇപ്പം നിങ്ങളുടെ ഗിയർ ബോക്സിൻ്റെ ഉള്ളിൽ ഡ്രൈവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഗിയർ മാറ്റുന്നില്ലേ? മാറ്റുന്ന സമയത്ത് ആ പോർക്ക് അതിൻ്റെ മുകളിൽ കൊണ്ട് കൊടുത്തിട്ട് അവിടെ സ്ലീവാണ്. ആ സ്ലീവ് അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങി കൊടുക്കുമ്പോൾ അടുത്ത ഗിയറിലേക്ക് അത് മാറിക്കൊണ്ടിരിക്കും. ഡിസെൻഗേജ് ചെയ്യണ പുറകോട്ട് നീക്കും. ഓക്കെ, അപ്രകാരം ഗിയർ ബോക്സിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് ഞാൻ ഇവിടെ കാണിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ്. സ്പ്ലൈസ് ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ ഒരു സ്ലീവ് കൊടുത്തു. ആ സ്ലീവ് അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടി കൊടുത്താൽ ഉടനെ ഇതേമാതിരി എൻഗേജും ഡിസെൻഗേജും ആയിക്കോളും. ഓക്കെ, നല്ലവരെ മനസ്സിലായോ? ഇത് മനസ്സിലായാലേ നിങ്ങൾക്ക് ഗിയർ ബോക്സിനെ കുറിച്ചും മനസ്സിലാകത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ഇതാണ് ഡോഗ് ക്ലച്ച്. നമുക്കിന്ന് ഇതിൻ്റെ കാര്യം ഞാൻ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കാം. ഇതോടെ ഒന്ന് എഴുതിയിട്ട് നമുക്ക് അടുത്ത കാര്യം പറയാം. ഓക്കെ, എല്ലാവരും ബുക്കെടുത്ത് ഇതിനെ ഒരു മിനിറ്റ്. ഇതിലൊരു കാര്യമുണ്ട്. ഓടിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ നിങ്ങൾക്ക് യാതൊരു കാരണവശാലും ഈ ക്ലച്ച് ഉപയോഗിക്കാൻ പറ്റുകയില്ല. അതായിരുന്നു ഇതിൻ്റെ ഡ്രോബാക്ക്, ഇതിൻ്റെ എന്നാ പറയുന്ന ഒരു കുഴപ്പം. ഡ്രോബാക്ക് എന്താ സംഭവിക്കുന്നത്? ഓടിക്കൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ ഇതിനെ തട്ടി നീക്കി കഴിഞ്ഞാൽ ഇതെല്ലാം അടിച്ചു പറിച്ച് കളയും.
സോ അതുകൊണ്ടാണ് ഇതിന് ഗ്രാജുവൽ എൻഗേജ്മെന്റ് എന്ന അതിന് പേര് വരാതിരിക്കാൻ കാര്യം. ഇത് ഗ്രാജുവൽ എൻഗേജ്മെന്റ് പെടുന്നതല്ല, ഇത് വിഷമം പിടിച്ച എൻഗേജ്മെന്റാണ്. ഇത് നിങ്ങൾ നിർത്തിയിട്ടിരിക്കുന്ന വാഹനത്തിൽ മാത്രമേ, അല്ലെങ്കിൽ നിർത്തിയിട്ടിരിക്കുന്ന അവസ്ഥയെ മാത്രമേ ഇതിങ്ങോട്ട് തള്ളിക്കൊടുത്ത് കയറ്റാൻ പറ്റത്തുള്ളൂ. ഒരു ഡ്രോബാക്കാണ് ഇതിൻ്റെ. അതുകൊണ്ടാണ് ഈ സാധനം നമ്മൾ വണ്ടിയിൽ നിന്ന് മാറ്റിക്കളഞ്ഞത്. ഓക്കെ, ഇത് ഇട്ടുകൊണ്ടേ നിങ്ങൾക്ക് ഇഞ്ചൻ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പോൾ അത് ഒരു ന്യൂനതയായിരുന്നു. ഇപ്പം നമുക്ക് ഈ ഇതോടൊന്ന് എഴുതിയിട്ട് ഞാൻ അല്പസമയം നേരത്തെ എടുത്തു തരാം. എഴുതിക്കൂ. പോസിറ്റീവ് ക്ലച്ചുകൾ, പോസിറ്റീവ് ക്ലച്ചുകൾ, ബ്രാക്കറ്റ് എഴുതിക്ക്. ഡോഗ് ക്ലച്ച്, ഡോഗ് ക്ലച്ച്. പിന്നെ ഒന്നുകൂടെ എഴുതിക്ക്. ഇൻ ആൻഡ് ഔട്ട് ക്ലച്ച്, ഇന്ന് IN, ഇന്ന് ആൻഡ് ഔട്ട് ക്ലച്ച്. ഇങ്ങനെ ഈ സംഭവം ആയതുകൊണ്ടാണ് ഇൻ ആൻഡ് ഔട്ട് ക്ലച്ച് എന്ന് പേര് വരാൻ കാര്യം. നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് വരുന്നതായത് മിക്കവാറും പരീക്ഷയ്ക്ക് വരാറുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിച്ച് പഠിച്ചോണം. പടം വരയ്ക്കാൻ പഠിക്കണം. പിന്നെ ഈ പടത്തെ നോക്കി നിങ്ങൾ അതിൻ്റെ തിയറി അങ്ങ് എഴുതിയേക്കണം. ഡ്രൈവിംഗ് മെമ്പറിൽ എഴുതിയിരിക്കുന്ന കാര്യമൊക്കെ. ഓക്കെ, യെസ്. പറഞ്ഞോട്ടെ. പോസിറ്റീവ് ക്ലച്ചുകൾ അവിടെ എഴുതിയല്ലോ, ഹെഡിങ് എഴുതിയല്ലോ. ഇനി എഴുതിക്കേ പാരഗ്രാഫ്. പോസിറ്റീവ് ക്ലച്ചുകൾ ഇൻ ആൻഡ് ഔട്ട് തരത്തിലുള്ള ക്ലച്ചുകളാണ്. ഇൻ ആൻഡ് ഔട്ട് തരത്തിലുള്ള ക്ലച്ചുകളാണ്. എഴുതിയോ? ഫുൾ സ്റ്റോപ്പ് ഇട്ട്. പോസിറ്റീവ് ക്ലച്ചിന്റെ സഹായത്തോടെ, പോസിറ്റീവ് ക്ലച്ചിന്റെ സഹായത്തോടെ, പോസിറ്റീവ് ക്ലച്ചിന്റെ സഹായത്തോടെ ഡ്രൈവ് ഷാഫ്റ്റിനും റിബൺ ഷാഫ്റ്റുമായി, ഡ്രൈവ് ഷാഫ്റ്റിനെ പോസിറ്റീവ് ക്ലച്ചിന്റെ സഹായത്തോടെ ഡ്രൈവ് ഷാഫ്റ്റിനെ റിബൺ ഷാഫ്റ്റുമായി ആവശ്യാനുസരണം അടുക്കുവാനും അകലുവാനും സാധിക്കുന്നു. അടുക്കുവാനും അകലുവാനും സാധിക്കുന്നു. ഫുൾ സ്റ്റോപ്പ്. ഈ ക്ലച്ചുകളെ ഡോഗ് ക്ലച്ചുകൾ എന്നും പറയുന്നു. ഡോഗ് ക്ലച്ചുകൾ എന്നും പറയുന്നു. ഫുൾ സ്റ്റോപ്പ്. ഞാൻ പറഞ്ഞ 3 പേരും വന്നില്ലേ? ഇത്തരം ക്ലച്ചുകൾ വ്യാപകമായി ഗിയർ ബോക്സുകളിലാണ് ഉപയോഗിക്കുന്നത്. പ്രോഗ്രസീവ് ടൈപ്പ് ഗിയർ ബോക്സുകളിൽ, പ്രോഗ്രസീവ് മലയാളത്തിൽ തന്നെ എഴുതിക്കൂ. പ്രോഗ്രസീവ് ടൈപ്പ് ഗിയർ ബോക്സുകളിൽ ഗിയറുകളെ എൻഗേജ് ചെയ്യുന്നതിനും ഡിസെൻഗേജ് ചെയ്യുന്നതിനും വേണ്ടി വ്യാപകമായി ഡോഗ് ക്ലച്ചാണ് ഉപയോഗിക്കുന്നത്.
ഡോഗ് ക്ലച്ചുകളാണ് ഉപയോഗിക്കുന്നത്. ഫുൾ സ്റ്റോപ്പ്. ഒരു പാരഗ്രാഫ്. ഇതിൻ്റെ ഒരു വിവരണമാണ് ഇത് തരുന്നത്. ഇനി അതിൻ്റെ പ്രവർത്തനം എങ്ങനെയാണെന്നാണ് അടുത്ത പാരഗ്രാഫ്. ഇത്തരത്തിലുള്ള ക്ലച്ചിൻ്റെ ഫേസിൽ, മുഖത്തെ ഫേസിൽ ഡോഗുകളോട് കൂടിയ രണ്ട് മെമ്പറുകൾ നൽകിയിട്ടുണ്ട്. ഇത്തരത്തിലുള്ള ക്ലച്ചിൻ്റെ ഫേസിൽ ഡോഗുകളോട് കൂടിയ രണ്ട് മെമ്പറുകൾ നൽകിയിട്ടുണ്ട്. എഴുതി കഴിച്ച് പിന്നെ ഞാൻ പടത്തെ നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കാം ഒന്നുകൂടെ കേട്ടോ. നൽകിയിട്ടുണ്ട്. മെമ്പറുകളുടെ ഒരു വശത്തായി പല്ലുകൾ പോലെ ഉന്തി നിൽക്കുന്നവയാണ് ഡോഗുകൾ എന്ന് പറയുന്നത്. ഒരു മെമ്പർ ട്രൈബ് ഷാഫ്റ്റിൽ ഉറപ്പിച്ചിരിക്കുകയും അടുത്ത മെമ്പർ റിബൺ ഷാഫ്റ്റിലെ സ്പ്ലൈൻസിൽ ഷിഫ്റ്റ് ലിവറിന്റെ സഹായത്തോടെ സ്പ്ലൈൻസിൽ ലിവറിന്റെ സഹായത്തോടെ മുൻപോട്ടും പിറകോട്ടും ചലിക്കാവുന്ന രീതിയിലുമാണ് ഘടിപ്പിച്ചിരിക്കുന്നത്. ഷിഫ്റ്റ് ലിവർ മുഖേന ട്രിബൺ മെമ്പറെ ചലിപ്പിച്ച് ട്രൈബ് മെമ്പറുമായി കൂട്ടിയോജിപ്പിക്കുമ്പോൾ രണ്ടു മെമ്പറും ഒറ്റ യൂണിറ്റായി തിരിയുന്നത് മൂലം ട്രൈബ് ഷാഫ്റ്റും റിബൺ ഷാഫ്റ്റും ഒരേ വേഗതയിൽ കറങ്ങുകയും ചെയ്യുന്നു. ട്രൈബ് മെമ്പറിൽ നിന്നും ട്രിബൺ മെമ്പർ മാറുമ്പോൾ ഇവ തമ്മിലുള്ള ബന്ധവും വിച്ഛേദിക്കപ്പെടുന്നു.
ഈ ഒരു സ്വല്പങ്ങളുണ്ട്. ഇതിൻ്റെ ന്യൂനതകൾ, ഡ്രോബാക്ക്, ഇതിൻ്റെ ന്യൂനതകൾ ഒന്ന്, എൻഗേജ് ചെയ്യുമ്പോൾ ശബ്ദമുണ്ടാക്കുന്നു. എൻഗേജ് ചെയ്യുമ്പോൾ ശബ്ദമുണ്ടാകും, ശരിയല്ലേ? എൻഗേജ് ചെയ്യുമ്പോൾ സൗണ്ട് ഉണ്ടാവും. 2, ഡ്രൈവ് ഷാഫ്റ്റും പ്രിവൻ ഷാഫ്റ്റും ഒരേ വേഗതയിൽ കറങ്ങിയെങ്കിൽ മാത്രമേ ഡോഗ് മെമ്പറുകൾ തമ്മിൽ മെഷ് ചെയ്യുകയുള്ളൂ. ഫുൾ സ്റ്റോപ്പ്. എഴുതിയോ? ഇത്രയും കാര്യങ്ങളാണ് ഇതിനകത്തുള്ളത്. ഞാനിത് ഒന്നുകൂടെ നിങ്ങളെ പടത്തിൽ കാണിച്ചു തരാം, അന്നേരം നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. ഓക്കെ, നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് പുല്ലുപോലെ ഇതെല്ലാം മനസ്സിലാക്കി എടുക്കാൻ പറ്റും. കേട്ടോ? ഈ പടത്തിൽ ഞാൻ ഇതിനൊന്ന് കാണിച്ചു തരാം. ഇത്തരത്തിലുള്ള ക്ലച്ചിൻ്റെ ബേസിൽ ഡോഗുകളോട് കൂടിയ 2 മെമ്പറുകൾ നൽകിയിട്ടുണ്ട്. ഇത് കണ്ടോ? 2 മെമ്പറുകൾ കണ്ടോ? കാണാമോ? 2 മെമ്പറുകൾ ഇതിനകത്ത് നൽകിയിട്ടുണ്ട്. ഇതൊന്നും ഇത് ഡ്രൈവ് മെമ്പറും ഇത് ഡ്രിവൺ മെമ്പറും. ഓക്കെ, അതാണ് ആദ്യമായിട്ട് നിങ്ങൾ എഴുതേണ്ടത്. നൽകിയിട്ടുണ്ട്. മെമ്പറുകളുടെ ഒരു വശത്തായി പല്ലുകൾ പോലെ ഉന്തി നിൽക്കുന്നവയാണ് ഡോഗുകൾ എന്ന് പറയുന്നത്. ഇതിനെയാണ് ഡോഗ് എന്ന് പറയുന്നത്. കണ്ടോ? ഇതിൻ്റെ ഈ സ്പേസിൽ നിന്നും ഉന്തി നിൽക്കുന്ന ഈ സംഭവത്തിനെയാണ് നമ്മൾ ഡോഗ്, കണ്ടോ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്, ഡോഗുകൾ എന്ന് പറയുന്നത്. നിങ്ങൾക്കറിയാമോ? ഈ പടം നോക്കിയിട്ട് നിങ്ങൾക്ക് തിയറി ഉണ്ടാക്കാം. അതിനാണ് ഞാൻ ഇങ്ങനെ പഠിപ്പിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിനാണ് ഇത് എന്ന് പറയുന്നത്. പിന്നെ ഒരു മെമ്പർ ഡ്രൈവ് ഷാഫ്റ്റിൽ ഉറപ്പിച്ചിരിക്കുകയും അടുത്ത മെമ്പർ ഡ്രിവൺ ഷാഫ്റ്റിൽ സ്പ്ലൈൻസുകളിൽ ആണ് ഉറപ്പിച്ചിരിക്കുന്നത്. ഇത് കണ്ടോ? ഇത് ഡ്രൈവിംഗ് ഷാഫ്റ്റിൽ ഈ സംഭവം ഉറപ്പിച്ചിരിക്കുന്നു. എന്നാൽ ഇവിടെ എന്താ ചെയ്തിരിക്കുന്നത്? സ്പ്ലൈൻസിലാണ് ഇത് ഉറപ്പിച്ചിരിക്കുന്നത്. കാരണം എന്നാ? ഇതിനെ അങ്ങോട്ട് തള്ളി നീക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ സ്പ്ലൈൻസിലാണ് ഇതിനെ ഉറപ്പിച്ചിരിക്കുന്നത്. ക്ലിയർ? ഇതിന്റെ സഹായത്തോടെ മുൻപോട്ടും പിറകോട്ടും ചലിക്കത്തക്ക രീതിയിലാണ് ഇത് ഫിറ്റ് ചെയ്തിരിക്കുന്നത്. കണ്ടോ? ഉറപ്പിച്ചിരിക്കുന്നത്. പിന്നെ ലിവറിന്റെ സഹായത്തോടെ മുൻപോട്ടും പിറകോട്ടും ചലിപ്പിക്കുന്ന രീതി ഘടിപ്പിക്കുന്നു. ഓക്കെ, ഷിഫ്റ്റ് ലിവർ മുഖേന ഡ്രിവൺ മെമ്പറിനെ ചലിപ്പിച്ച് ഡ്രൈവ് മെമ്പറുമായി കൂട്ടിയോജിപ്പിക്കുമ്പോൾ ഒരു മെമ്പറായി വർക്ക് ചെയ്യും. ഇത് കണ്ടോ? പെടുന്നില്ലേ? ഈ ലിവർ കണ്ടോ? ഈ ലിവറെ ഇതിനെ കൊടുത്തിരിക്കുക. എന്നിട്ട് ഇതിനെ ചവിട്ടി കഴിഞ്ഞാലുടനെ നിങ്ങൾക്ക് സ്വാഭാവികമായിട്ട് അറിയാം, ഇത് അങ്ങോട്ട് നീങ്ങി ഇതിനകത്ത് ചേർന്ന് കഴിഞ്ഞാലുടനെ ഒറ്റ യൂണിറ്റ് ആവും, കറങ്ങും. ഓക്കെ, ഒറ്റ യൂണിറ്റ് ആയിട്ടാണ് പ്രവർത്തിക്കുന്നത്. മൂലം ഡ്രൈവ് ഷാഫ്റ്റും ഡ്രിവൺ ഷാഫ്റ്റും ഒരേ വേഗത്തിൽ കറങ്ങുകയും ചെയ്യുന്നു. ഓക്കെ, ഡ്രൈവ് മെമ്പറിൽ നിന്നും ഡ്രിവൺ മെമ്പർ മാറ്റുമ്പോൾ, സപ്പോസ് നിങ്ങൾക്ക് ക്ലച്ച് മാറ്റണം, ഉടനെ നിങ്ങൾ എന്ത് ചെയ്യണം? ഇതിനെ പുറകോട്ട് നീക്കാൻ നിങ്ങൾ ചവിട്ടി പിടിച്ചിരിക്കായിരുന്നു. വിട്ടാൽ മതി. വിട്ടാലുടനെ ഈ പെഡില് പുറകോട്ടിഞ്ഞ് പോരും. കണ്ടോ? ഇവിടെ സ്പ്രിങ് കൊടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇവിടെ അമർത്തി പിടിക്കാൻ വേണ്ടി നമ്മൾ കംപ്രഷൻ സ്പ്രിങ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇത് അമർത്തി പിടിച്ചോളും. നിങ്ങൾ ചവിട്ടി ഇത് പിടിച്ചു കഴിഞ്ഞിട്ട് നിങ്ങൾ പെഡിലേന്ന് വിട്ടു കഴിഞ്ഞാൽ ഈ സ്പ്രിങ് ഇതിനെ തള്ളി പിടിച്ചോണ്ടിരിക്കും. ഉടനെ ഡ്രൈവും പുറകോട്ട് പോയിക്കൊണ്ടിരിക്കും.
ഓക്കെ. എപ്പം നിങ്ങൾക്ക് ഇതിനെ ഡിസ്കണക്ട് ചെയ്യണോ ഡിസെൻഗേജ് ചെയ്യണമോ ആ സമയത്ത് നിങ്ങൾ എന്ത് ചെയ്താൽ മതി, കാലെടുത്ത് ഇത് പുറകോട്ടിന് പോരും. ഓക്കെ, വളരെ സിമ്പിൾ, നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാകാനുള്ള സംഭവമാണ് ഞാൻ പറഞ്ഞ് മനസ്സിലാക്കിയത്. പിന്നെ അതിൻ്റെ ന്യൂനതകൾ ഞാൻ പറഞ്ഞു. ഈ ന്യൂനതകൾ ഉള്ളതിനാൽ ഇഞ്ചൻ ഗിയർ ഇതിനെ ഇങ്ങനത്തെ പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ട് ഇതിനെ നമ്മൾ എന്ത് ചെയ്തു, മാറ്റിക്കളഞ്ഞു. വണ്ടിയെ ഇത് ഷൂട്ടബിൾ അല്ലാത്തത് കൊണ്ട് നമ്മളിതിനെ മാറ്റിയിട്ട് നമ്മളിതിനെ കൊണ്ടുവന്നിട്ട് ഗിയർ ബോക്സിനുള്ളിലാക്കി. ഗിയർ ബോക്സിനുള്ളിൽ ഇതേമാതിരി കപ്ലിങ് കൊടുത്തിട്ട് സ്ലീവ്, ആ സ്ലീവിൻ്റെ മുകളിൽ നമ്മളൊരു കപ്ലിങ് കൊടുക്കും. എന്നിട്ട് ഗിയറിൻ്റെ ലിവറിലേക്ക് കൊണ്ട് കൊടുക്കും. എന്നിട്ട് നമ്മളിതിനെ ഗിയറിനെ ഡയറക്റ്റ് ഗിയറുകളെ നമ്മൾ എൻഗേജ് ചെയ്യിക്കാൻ തുടങ്ങി. ഓക്കെ, ഇതാണ് ഡോർ ക്ലച്ച്, ഇൻ ആൻഡ് ഔട്ട് ക്ലച്ച്. ഓക്കെ, നിങ്ങൾ എൻ്റെ നമ്പർ നിങ്ങൾ കാണുമായിരിക്കും. നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ, മനസ്സിലായില്ല എങ്കിൽ നിങ്ങൾ എന്നെ വിളിക്കുക. ഞാൻ നിങ്ങളെ വീണ്ടും ഇവിടുന്ന് നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കി തരാം. നല്ലപോലെ മനസ്സിലായോ? ഡോർ ക്ലച്ച് ഇത് പരീക്ഷയ്ക്ക് വരുന്നതാണ്, തീർച്ചയായിട്ടും തരും. അതുകൊണ്ട് നിങ്ങൾ നല്ലപോലെ മനസ്സിലാക്കി പഠിക്കണം. അതുപോലെ തന്നെ ഓരോന്നും മനസ്സിലായാൽ നിങ്ങൾക്ക് മുമ്പോട്ട് പോകുമ്പോൾ മുമ്പോട്ടിന് ഇനി എന്താ പറയുന്ന സ്വല്പം കൂടെ ഹാർഡായ കാര്യങ്ങളിലേക്കാണ് വരുന്നത് നമ്മൾ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകണമെങ്കിൽ ഇപ്രകാരം ഇപ്പോഴേ പഠിച്ചോണം. ഓക്കെ, ഇപ്പോൾ ഒരു 5 മിനിറ്റ് നിർത്തുന്നുണ്ട്. അത് കഴിഞ്ഞ് വീണ്ടും അടുത്ത ക്ലാസ്സിലേക്ക് ഞാൻ വരുന്നു.